അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിരുകടന്ന പ്രഹസനങ്ങളിൽ ആഗോള പ്രതിഷേധം ഇരമ്പുകയാണ്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ലയോ 14 പാപ്പയുടെ നിലപാടുകളെ വിമർശിക്കുക മാത്രമല്ല, പേപ്പൽ തിരഞ്ഞെടുപ്പിന് പിന്നിൽ പോലും താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയതിൻ്റെ സ്വാധീനമാണ് ഉള്ളത് എന്നുമുള്ള തെറ്റായ പരാമർശങ്ങൾ നടത്തിയ ട്രംപ് പാപ്പയെ വിമർശിച്ചതിന് പിന്നാലെ യേശുക്രിസ്തുവിൻ്റെ വേഷത്തിൽ സ്വന്തം AI ചിത്രീകരണവുമായി ട്രൂത്ത് സോഷ്യലിൽ നടത്തിയ ജൽപ്പനങ്ങളിൽ കത്തോലിക്കർ മാത്രമല്ല ആഗോള ജനത മുഴുവൻ പ്രതിഷേധം ഉയർത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന ജനം നൽകിയ അധികാരം എന്തും പറയാനും പ്രവർത്തിക്കാനുമുള്ള ലൈസൻസ് ആയി കരുതി വമ്പു പറച്ചിലുകൾ നടത്തുന്നത് അടുത്തിടെ ട്രംപിന്റെ പ്രവണതയായി മാറിയിരിക്കുകയാണ്. പരിശുദ്ധ ബൈബിൾ പറയുന്നു, രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ് എന്ന്. തൻ്റെ ജനത്തിന് നീതി നിർവഹണത്തിനായി കർത്താവ് അവരോധിച്ചിരിക്കുന്ന ഭരണാധികാരികൾ അഹങ്കാരത്തിൻ്റെ തേരിലേറി അതിരുകൾ ലംഘിക്കുന്ന വിലകെട്ട പ്രസ്താവനകൾ നടത്തുമ്പോൾ അവിടെ ഉരിഞ്ഞു വീഴുന്നത് അവരുടെ മാന്യതയുടെ മുഖം മൂടി കൂടിയാണ്. പാപ്പ രാഷ്ട്രീയ തലങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ആഗോള സഭയുടെ തലവൻ ആയിരിക്കുന്നതോടൊപ്പം പാപ്പ വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവൻ കൂടിയാണ്. അതായത് ഏതൊരു ലോക നേതാവിനെയും പോലെ ആഗോള സംബന്ധമായ വിഷയങ്ങളിൽ നിലപാടറിയിക്കാൻ അവകാശവും ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, ആഗോള സഭയുടെ തലവൻ എന്ന നിലയിൽ അന്താരാഷ്ട്ര സമൂഹങ്ങളെ ബാധിക്കുന്ന യുദ്ധം പോലെയുള്ള വിഷയങ്ങളിൽ സഭാമക്കൾ സ്വീകരിക്കേണ്ട പക്ഷം എന്താണ് എന്ന് വ്യക്തമാക്കുകയും ധാർമ്മിക നിലപാടുകൾ സ്വീകരിക്കുകയും പ്രാർത്ഥനാ ആഹ്വാനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് പേപ്പൽ കടമയുടെ ഭാഗം കൂടിയാണ്. സഭാതലവനെ അവഹേളിച്ചതുകൂടാതെ സഭയുടെ ശിരസ്സായ സാക്ഷാൽ ക്രിസ്തുവിൻ്റെ വേഷത്തിൽ സ്വയം അവരോധിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ വിടുവായുത്തരങ്ങളെ ഒരു വിധത്തിലും അംഗീകരിക്കാൻ ആവാത്തതാണ്. ട്രംപിന്റെ പരാമർശം പോലെ ഇറാൻ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതിനെ പാപ്പ ഒരിക്കലും പിന്തുണച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആണവായുധങ്ങൾക്കെതിരെ പല പ്രാവശ്യം ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മരണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇറാന്റെ പ്രസ്താവനകളിൽ നിന്ന് സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം നിലനിൽക്കുമ്പോഴും പാപ്പ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതുപോലെ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന നിരപരാധികളെ പറ്റി ചിന്തിക്കാതെയുള്ള ആക്രമണങ്ങൾ ന്യായീകരിക്കാവുന്നതല്ല. ലയോ പാപ്പയുടെ വാക്കുകൾ പോലെ ദൈവരാജ്യത്തിൽ വാളില്ല, ഡ്രോണില്ല, പ്രതികാരമില്ല. അത് ബഹുമാനവും വിവേകവും ക്ഷമയും മാത്രമുള്ള രാജ്യമാണ്. അധികാര മായയിൽ ഇനിയും തോന്നുന്നതെല്ലാം ചെയ്യാനാണ് ട്രംപിന്റെ ഭാവമെങ്കിൽ ഈശോ പീലാത്തോസിനോട് പറഞ്ഞ വാക്കുകൾ തന്നെ ആവർത്തിക്കട്ടെ. ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെടുന്നതല്ലാത്ത ഒരധികാരവും ഭൂമിയിൽ ഇല്ല.